കുവൈറ്റ് പൗരത്വ നിയമത്തിലെ ചില വ്യവസ്ഥകൾ ഭേദഗതി ചെയ്യുന്ന ഡിക്രി നിയമത്തിന് മന്ത്രിസഭയുടെ അംഗീകാരം. നാച്ചുറലൈസേഷൻ വഴി കുവൈറ്റ് പൗരത്വം നേടിയ വ്യക്തിക്ക് ഏതെങ്കിലും പാർലമെന്ററി സ്ഥാപനത്തിലേക്ക് വോട്ട് ചെയ്യാനോ സ്ഥാനാർത്ഥിയാകാനോ നിയമിക്കപ്പെടാനോ അവകാശമുണ്ടാകില്ല എന്ന വ്യവസ്ഥയാണ് പ്രധാനമായ മാറ്റങ്ങളിൽ ഒന്ന്. 1959 കുവൈത്ത് പൗരത്വ നിയമത്തിലെ ആർട്ടിക്കിൾ 7 പുതിയ ഖണ്ഡിക ചേർക്കുന്നതിനാണ് മന്ത്രിസഭ അംഗീകാരം നൽകിയത്. ഇതനുസരിച്ച് നാച്ചുറലൈസ് പൗരന്മാരുടെ തിരഞ്ഞെടുപ്പ്, സ്ഥാനാർത്ഥിത്വം, പാർലമെന്ററി സ്ഥാപനങ്ങളിലെ നിയമനം എന്നിവയ്ക്ക് നിയന്ത്രണം ബാധകമാകും. പൗരത്വ രേഖകളുമായി ബന്ധപ്പെട്ടും നിർണായക മാറ്റം നിർദ്ദേശിച്ചിട്ടുണ്ട്. പൗരത്വം നിയമപരമായി സ്വീകരിച്ച ശേഷം ആഭ്യന്തരമന്ത്രി ഓരോ കുവൈത്ത് പൗരനും ഇലക്ട്രോണിക് പൗരത്വ സർട്ടിഫിക്കറ്റ് നൽകും. പുതിയ ഇലക്ട്രോണിക് സർട്ടിഫിക്കറ്റിന് നിലവിലുള്ള പേപ്പർ പൗരത്വ സർട്ടിഫിക്കറ്റിന് തുല്യമായി നിയമസാധുതയും പ്രാബല്യവും ഉണ്ടായിരിക്കും. പൗരത്വ ഫയലിൽ സ്വന്തം മക്കളോ സന്തതികളോ അല്ലാത്ത ഒരാളെ മനഃപൂർവ്വം ഉൾപ്പെടുത്തിയതായി സുപ്രീം കമ്മിറ്റിയിലെ അന്വേഷണത്തിലോ അന്തിമ കോടതി വിധിയിലോ തെളിഞ്ഞാൽ നിയമ നടപടികൾ സ്വീകരിക്കാനുള്ള വ്യവസ്ഥയും ഭേദഗതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അമൃത ന്യൂസ്, കുവൈറ്റ്.